ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കലാത്തിയയുടെ ഒരു 5-6 വെറൈറ്റി ആണ്. വന്നിരിക്കുന്നതെല്ലാം നല്ല ബുഷി പോട്ടാണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ പ്ലാന്റ്സിന്റെ കളർ ഷെയ്ഡും അതേപോലെ തന്നെ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഒരു 5 വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമുക്ക് കലാത്തിയയിൽ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. എല്ലാം ബുഷി പോട്ട്സ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ കാണിക്കുന്ന പ്ലാന്റ്സിനെല്ലാം സെയിം റേറ്റ് തന്നെയാണ്, റേറ്റ് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഓരോ പ്ലാന്റ് ആയിട്ട് കണ്ടു തുടങ്ങാം. അപ്പൊ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഇതില് ഒരു പോട്ടിൽ തന്നെ ഒരു 4 ഷൂട്ടോളം ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ ലീവ്സ് അതേപോലെ തന്നെ നല്ല വലിയ പ്ലാന്റ്സും ആണ്. ഇപ്പൊ ഇതിന്റെ ഒരു ലീഫിന്റെ ഒക്കെ വലുപ്പം നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം എൻ്റെ ഒരു കൈയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം വരുന്നുണ്ട് ഈ ഇതിന്റെ ഒരു ലീഫിന്റെ സൈസ് എന്ന് പറയുന്നത്. പ്ലാന്റിന്റെ മൊത്തത്തിലുള്ള സൈസ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഒരു ഇത്രയൊക്കെയാണ് പ്ലാന്റിന്റെ മൊത്തത്തിലുള്ള സൈസ് വന്നിരിക്കുന്നത്. ആദ്യത്തെ കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ഒരു ഡാർക്ക് പർപ്പിളും അതേപോലെ തന്നെ ഒരു ലൈറ്റ് പർപ്പിളും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല ബുഷി പോട്ടാണ് കേട്ടോ. ഒരുപാട് ഷൂട്ട്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതിന്റെ കളർ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടൊരു ലൈറ്റ് ഉള്ള സമയത്താണ് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ഇലകളൊക്കെ മേളിലോട്ട് കൂമ്പി നിൽപ്പുണ്ട്. കലാത്തിയ പ്ലാന്റ്സ് രാത്രി ആകുമ്പോഴത്തേക്ക് ഇലകളൊക്കെ മേളിലോട്ട് ഇങ്ങനെ നിൽക്കും. രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ നോർമൽ ആയിട്ട് ഇങ്ങനെ ആവും. അങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. അപ്പം ഇത് കുറച്ചും കൂടെ വിരിഞ്ഞ് വരുമ്പോൾ നല്ല ഒരു ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. വിരിഞ്ഞ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വിരിഞ്ഞ് വരും കേട്ടോ. ഇതിന്റെ ലീഫിന്റെ കളർ തന്നെയാണ് ഇതിന്റെ ഏറ്റവും നല്ല ഭംഗി. അതേപോലെ തന്നെ നമുക്ക് മെയിൻ്റെനൻസും കുറവാണ്. നല്ല ബുഷി പോട്ടാണ് കേട്ടോ. ഒരു പോട്ടിലൊക്കെ ഇത്രയും പ്ലാന്റ്സ് മതിയാവും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പൊ പുതിയതായിട്ടൊക്കെ വീട് വെക്കുന്നവർക്കൊക്കെ കോർണേഴ്സിലും അതേപോലെ തന്നെ സിറ്റ് ഔട്ട്സിലൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ്. ഇത് ബുഷിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു പോട്ടിലത്തേക്ക് ഈ ഒരു സെറ്റ് പ്ലാന്റ് മതിയാവും. അപ്പൊ ആദ്യത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ. രണ്ടാമത്തേത് നേരത്തെ നമ്മൾ കാണിച്ചതിന്റെ കളർ ഷെയ്ഡ് പോലെ തന്നെ ആണെങ്കിലും വ്യത്യാസമുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ നടുക്കൊരു ബ്ലാക്ക് ഷെയ്ഡ് പോലെയും ചുറ്റിനും ഒരു പർപ്പിൾ ഷെയ്ഡ് പോലെയൊക്കെയാണ് വന്നിരിക്കുന്നത്. അതും പ്ലാന്റിന് ഈ ഒരു സൈസ് വരുന്നുണ്ട്. ഒരു പോട്ടിൽ ഒരു 3-4 ഷൂട്ടോളം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പം രണ്ടും കാണുമ്പോൾ ഏകദേശം ഒരുപോലെ ഇരിക്കും, പക്ഷെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ലീഫിന്റെ പാറ്റേണിലാണ്, കളർ പാറ്റേണിലാണ് ഡിഫറൻസ് ഉള്ളത്. ഇതിലാണെങ്കിൽ ഇതില് നടുക്ക് ഒരു ഡാർക്ക് ഗ്രീനും അതേപോലെ തന്നെ ഒരു പർപ്പിളും ഡാർക്ക് ബ്ലാക്കും പർപ്പിളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ നടുക്ക് ഫുള്ള് നല്ല പർപ്പിളും ബോർഡറിലായിട്ടാണ് ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത്. അപ്പൊ 2 വെറൈറ്റീസ് ഉണ്ടല്ലോ. അപ്പം മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളൊരു നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ. നല്ല തിക്കായിട്ട് ഈ ഒരു പോട്ടിൽ ഒരു 10 ഷൂട്ടോളം എങ്കിലും ഉണ്ടാവും. അത്രയ്ക്ക് ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പൊ ഇതിന്റെ ലീഫിന്റെ കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീനിൽ വന്നിട്ട് ഒരു വൈറ്റ് കളർ ഒരു പാറ്റേൺ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ലീഫില്. എല്ലാ പ്ലാന്റും അതേപോലെ നല്ല ബുഷിയാണ് കേട്ടോ. അതാ എല്ലാത്തിലും ഒരുപാട് ഷൂട്ട്സ് വന്നിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അപ്പൊ അതാണ് നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി. അപ്പൊ അടുത്ത 4ാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൽ നോക്കുകയാണെങ്കിലും ഒരു 3-4 ഷൂട്ടോളം വരുന്നുണ്ട്. ഈ ഒരു ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ലീഫിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ ഇതിന്റെ പാറ്റേൺ മനസ്സിലാവും. അതേപോലെ തന്നെ പുതിയ ലീവ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു സൈസാണ് പ്ലാന്റിന്, ഈ ഒരു സൈസാണ് വരുന്നത്. ഇതാണ് നമ്മുടെ 4ാമത്തെ പ്ലാന്റ് വരുന്നത്. ഇതെല്ലാം ഈ ഒരു 5 വെറൈറ്റി ഉണ്ടെങ്കിൽ ഇതെല്ലാം നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ഇനി ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് വെറൈറ്റി. ഇതിൽ ഒരു 2-3 ഷൂട്ടോളം വരുന്നുണ്ട്. അപ്പോൾ ലീഫിന്റെ ഒക്കെ വലുപ്പം കണ്ടോ. അതാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈ വെക്കുമ്പോൾ തന്നെ ഏകദേശം എത്ര ലീഫിന്റെ വലുപ്പം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഒരു ഇത്രത്തോളം ഒക്കെ വലുപ്പം വരുന്നുണ്ട് ലീഫിന്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിന്റെ കളർ പാറ്റേൺ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നേരത്തെ കാണിച്ച പ്ലാന്റ് ഈ പ്ലാന്റും ഒരേപോലെ ആയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. 2 പ്ലാന്റ്സും ഞാൻ നിങ്ങൾക്ക് അടുത്തടുത്ത് കാണിച്ചു തരാം. അപ്പൊ അതിന്റെ പാറ്റേൺ ആയിട്ട് മനസ്സിലാവും. ഇതാണ് ഞാൻ ലാസ്റ്റ് കാണിച്ച പ്ലാന്റ്. ഇത് അതിന് തൊട്ട് മുമ്പ് കാണിച്ച പ്ലാന്റ്. അപ്പം ഒരു 4-5 വെറൈറ്റിയോളം പ്ലാന്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പം നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പൊ ഞാൻ ഇതിലുള്ള എല്ലാ വെറൈറ്റീസും കാണിച്ചു കഴിഞ്ഞു. ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഈ ഫുൾ പോട്ടിന്, ഇതിൽ ഏത് പ്ലാന്റ് നമുക്ക് എടുത്താലും ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് 450 രൂപയാണ് വരുന്നത്. നല്ല വലിയ പ്ലാന്റ് ആണ്. വീഡിയോയിൽ എത്രത്തോളം അതിന്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മളടുത്ത് ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്, നമ്മൾ പ്ലാന്റ്സ് വന്നിട്ട് ഒരുപാട് സൂം ചെയ്താണ് കാണിക്കുന്നത്, അതിന്റെ സൈസ് മനസ്സിലാവുന്നില്ല. ഞാൻ എല്ലാ വീഡിയോയിലും എൻ്റെ കൈ ഇത്രയും വെച്ചിട്ട് ഓരോ പ്ലാന്റ്സിന്റെ സൈസ് കാണിക്കുന്നുണ്ട്. സൂം ചെയ്ത് ഇങ്ങനെ അടുത്തോട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇതിന്റെ ലീഫിന്റെ കളർ ഷെയ്ഡും പാറ്റേണും ഒക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട്
ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിനാണ് ഇങ്ങനെ അടുത്തോട്ട് കാണിക്കുന്നത്. അപ്പം ഈ അടുത്തോട്ട് കാണിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ സൈസ് ഇത്രയും ആവണമെന്നില്ല. അപ്പം ഞാൻ ദൂരെ വെച്ചിട്ട് എല്ലാ പ്ലാന്റ്സും ഇത്ര സൈസാണ് വരുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേര് വരെ നമ്മൾ ഒരുപാട് സൂം ചെയ്താണ് ഇതിൽ കാണിക്കുന്നതെന്ന് പരാതി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ സൂം ചെയ്തല്ല, ഞാൻ എല്ലാ വീഡിയോയിലും ഇതിന്റെ സൈസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ്. റേറ്റ് ഒന്നും കൂടെ പറയാം. ഇതിൽ ഏത് പ്ലാന്റ് എടുത്താലും നമുക്ക് റേറ്റ് വരുന്നത് 450 രൂപയാണ്. നല്ല ബുഷി പോട്ടാണ്. ഓരോ പോട്ടിലും 3-4 ഷൂട്ട് വീതം വരുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വീട് വയ്ക്കുന്നവർക്കാണെങ്കിലും അല്ലാതെ നമ്മളെ വീടൊക്കെ കുറച്ചുകൂടെ മേക്ക് ഓവർ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് വീടിനുള്ളിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഒരു പോട്ട് വാങ്ങി സെറ്റ് ചെയ്താൽ തന്നെ ആ ഒരു ഏരിയയുടെ ലുക്കേ മാറും. അപ്പൊ അതുകൊണ്ടിട്ട് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതേപോലെ കലാത്തിയ ലവേഴ്സിനാണെങ്കിലും സിംഗിൾ പ്ലാന്റ്സ് ഒക്കെ വാങ്ങി നട്ട് അത് ഇത്രയും ബുഷി ആയിട്ട് കിട്ടാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. ഇതിപ്പോ ഒരു ബുഷി പോട്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ നടാം. അങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഒരു പോട്ട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് 1-2 ആക്കി സ്പ്ലിറ്റ് ചെയ്തൊക്കെ നടാവുന്നതാണ്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ആരും മിസ് ചെയ്യേണ്ട. അപ്പൊ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് പുതിയതായിട്ട് കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.